ആരോഗ്യകരവും ഒപ്പം രുചികരവുമായ പ്രാതൽ തയ്യാറാക്കണോ? അമൂൽ ചീസിന്റെ ഗുണങ്ങൾ നിറഞ്ഞ ഒരു അടിപൊളി പൊറോട്ട ഉണ്ടാക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ആവശ്യമായ ചേരുവകൾ ഇവയാണ്: നന്നായി ചുരണ്ടിയെടുത്ത 1/2 കപ്പ് അമൂലിന്റെ ചീസ്, അമൂൽ നെയ്യ് 2 ടേബിൾ സ്പൂൺ, മാവ് കുഴയ്ക്കാനും പൊറോട്ട ചുടാനും, 1 കപ്പ് തവിട് മാറ്റാത്ത ഗോതമ്പ് മാവ്, ഒരു ചെറിയ ഉള്ളി നന്നായി അരിഞ്ഞത്, 1-2 പച്ചമുളക് നന്നായി അരിഞ്ഞത്, മല്ലിയില നന്നായി അരിഞ്ഞത് 3 ടീസ്പൂൺ, വെള്ളം മാവ് കുഴയ്ക്കാൻ ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ ആംചൂർ പൊടി അല്ലെങ്കിൽ ഉണക്കിയ മാങ്ങാപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് പൊറോട്ടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കാം. ഒരു വലിയ പാത്രത്തിൽ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് അതിൽ വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. മാവ് കൂടുതൽ മാർദ്ദവമുള്ളതാകണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കുക. മാവ് കട്ട പിടിച്ചു കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം. ഇനി ഇതിലേക്ക് അമൂൽ നെയ്യ് ചേർക്കുക. നെയ്യ് നന്നായി ആഗിരണം ചെയ്യാനായി മാവ് ഒന്നുകൂടി കുഴയ്ക്കുക. ഇനി അത് മാറ്റിവെക്കുക. ഇനി പൊറോട്ട നിറയ്ക്കാൻ ആദ്യം ചെയ്യേണ്ടത് അമൂൽ ചീസ് ചുരണ്ടി എടുക്കുകയാണ്. ഒരു വലിയ പാത്രത്തിൽ അരിഞ്ഞുവെച്ച സവാള, പച്ചമുളക് അരിഞ്ഞത്, ആംചൂർ പൊടി, ഉപ്പ് എന്നിവ ചേർക്കുക. ഇതിലേക്ക് അമൂൽ ചീസ് ചേർത്ത് എല്ലാം കൂടി നന്നായി ഇളക്കുക. അവസാനമായി ഇതിലേക്ക് അരിഞ്ഞ മല്ലിയില ചേർക്കുക. സ്റ്റഫിങ്ങിനുള്ള ഈ മിശ്രിതം മാറ്റിവെക്കുക. പൊറോട്ട തയ്യാറാക്കുന്നതിന് കുഴച്ചു വെച്ചതിൽ നിന്ന് കുറച്ചു മാവെടുത്ത് കൈപ്പത്തിയിൽ വെച്ച് പരത്തിയെടുക്കുക. ഇനി നേരത്തെ തയ്യാറാക്കിയ ചീസ് സ്റ്റഫിംഗ് കുറച്ച് പരത്തിയ മാവിന്റെ നടുക്ക് വെച്ച ശേഷം അരികുകൾ ഉള്ളിലേക്ക് മടക്കുക. ഇനി ഇത് ഉരുട്ടി ഒരു ബോളാക്കുക. കുറച്ച് ഉണക്കപ്പൊടി അതിൽ വിതറിയ ശേഷം ഇത് വൃത്താകൃതിയിൽ പരത്തുക. പൊറോട്ടയുടെ പാളികൾ അടരാതിരിക്കാൻ സാവധാനം പരത്തുക. ശരിക്കും വൃത്താകൃതിയിലായ ഈ പൊറോട്ട ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഒരു ചൂടുള്ള ചട്ടിയിലേക്ക് സ്റ്റഫ് ചെയ്ത പൊറോട്ട ഇടുക. ഒരു വശം കുറച്ച് വെന്ത് വരുമ്പോൾ അത് മറിച്ചിട്ട് അതിന്മേൽ അമൂലിന്റെ നെയ്യ് കുറച്ച് ഒഴിക്കുക. നെയ്യ് ഉരുകുമ്പോൾ സ്പൂൺ കൊണ്ട് മുകളിൽ മുഴുവനും പരത്തുക. ഒപ്പം തന്നെ പൊറോട്ടയുടെ അരികിലും കുറച്ച് നെയ്യ് പുരട്ടുക. സ്പൂൺ കൊണ്ട് പൊറോട്ടയുടെ അരിക് അമർത്തുകയും ചെയ്യുക. പൊറോട്ട ഒരേപോലെ വെന്ത് കിട്ടാൻ ഇത് സഹായിക്കും. ഇനി പൊറോട്ട മറിച്ചിട്ട് മറുവശം വേവിക്കുക. ഇരുവശത്തും ബ്രൗൺ സ്പോട്ടുകൾ കാണാൻ തുടങ്ങുമ്പോൾ പൊറോട്ട വെന്തു എന്ന് മനസ്സിലാക്കാം. പൊറോട്ട ഒരു പ്ലേറ്റിൽ വിളമ്പി ചൂടുള്ള പനീർ ഗ്രേവിക്കൊപ്പം കഴിക്കാം. അടുത്ത ഭക്ഷണം വരെ സംതൃപ്തിയോടെ ഇരിക്കാൻ തീർച്ചയായും ഇത് നിങ്ങളെ സഹായിക്കും.